എത്രയോ ജന്മങ്ങളുടെ കർമ്മശുദ്ധിയുടെ ഭാഗമായിട്ടാണ് ഒരാൾ യോഗിയായി അവതരിക്കുന്നത്, അല്ലെ യോഗിയായി തീരുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതം പോലെയല്ല അവർ. ആ തലത്തിലുള്ളവരുടെ സഹായം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ നൂറ്റാണ്ടുകളായിട്ട്, എത്ര നൂറ്റാണ്ടെന്ന് പറയാൻ പറ്റാത്ത അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തന്നെ ഭാരതീയമായിട്ടുള്ള എല്ലാ ആധ്യാത്മിക മേഖലകളിലും, അത് വൈദികമാവട്ടെ താന്ത്രികമാവട്ടെ, ഏത് ആധ്യാത്മിക മേഖലകളിലായാലും വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് ഗുരുവിന് നൽകിയിട്ടുള്ളത്. ഇവിടെ തന്ത്രശാസ്ത്രത്തിൽ പരാസ്വരൂപമായിട്ടാണ് ഗുരുവിനെ കാണുന്നത്. ശൈവ താന്ത്രികർ ഗുരുവിനെ പരമശിവ സ്വരൂപനായിട്ട്, പരാസ്വരൂപനായിട്ട് പരശിവനായിട്ടും, ശാക്തേയർ പരാശക്തിയായിട്ടും, വൈഷ്ണവർ പരമാത്മാവുമായിട്ടാണ് ഗുരുവിനെ കാണുന്നത്. സാധന പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ സാധകൻ ജീവാത്മാവും താൻ ആരാധിക്കുന്ന ദേവത പരമാത്മാവുമാണെന്നും താനും ഗുരുവും ആ പരമാത്മാവും ഒന്നിൻ്റെ തന്നെ വകഭേദങ്ങളാണെന്നുള്ള തിരിച്ചറിവിലേക്ക് കാലക്രമേണ എത്തുകയും ചെയ്യും. തുടക്കമല്ല, കുറേ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അനുഭവം കൊണ്ടത് തിരിച്ചറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈശ്വരോപാസനയ്ക്കായിട്ട് നമ്മളൊരു ഉത്തമ ഗുരുവിൻ്റെ അടുത്ത് എത്തിപ്പെട്ടാൽ അദ്ദേഹം തരുന്ന ഉപദേശങ്ങളെ നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പം നമുക്ക് സത്യം വെളിവാക്കി തരുന്ന, അന്ധകാരത്തെ അകറ്റിത്തരുന്ന ജ്ഞാനവാൻ ഗുരുവിച്ഛത എന്ന് പറയും. അതായത് ഉള്ളിൽ നിന്നും നമ്മുടെ യഥാർത്ഥ ഗുരു നമുക്ക് തെളിച്ചമായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. നമുക്ക് സത്യം വെളിവാക്കി തരുന്ന യഥാർത്ഥ ഗുരു നമ്മുടെ വാസനാമൂർത്തിയും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവും, അതുപോലെ തന്നെ ആ ഉപാസനാമൂർത്തിയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി വന്ന ബാഹ്യമായ ഗുരുവും, ഇതെല്ലാം തന്നെ ഒന്നിൻ്റെ തന്നെ വകഭേദങ്ങളാണെന്ന് കൃത്യമായിട്ട് സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും.